ഇത്തവണത്തെ നമ്മുടെ ദേവികുളത്തിലെ ഇലക്ഷനിൽ ആര് ജയിക്കുമെന്നാ തോന്നുന്നത്? രണ്ട് രാജാക്കളുണ്ട്. ഒന്ന് എ രാജ, എന്നൊന്ന് എഫ് രാജ. ഇതല്ലാതെ നേരത്തെ 2 പ്രാവശ്യം MLA ആയിട്ട് വന്ന വിജയിച്ച രാജേന്ദ്രൻ പാർട്ടി മാറി ഇപ്പോൾ BJP-യിലുണ്ട്. അതുകൊണ്ട് ത്രികോണ മത്സരം ഇപ്പോൾ പറയാൻ പോയാൽ കോൺഗ്രസ് അടിച്ച് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഇതിന് മുമ്പും പല തവണ 2 പ്രാവശ്യം LDF-ൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരാൾ BJP-യിൽ വരുമ്പോ എങ്ങനെയായിരിക്കും അത് ഇലക്ഷൻ ബാധിക്കുക? BJP-യിൽ ഉള്ളെന്ന് പറഞ്ഞാൽ ഇപ്പൊ അടുത്തടുത്ത് വന്നുകൊണ്ടല്ലേ ഇരിക്കുന്നേ. ഇടത്തപാട് ഇപ്പൊ അത് എല്ലാവരും കൂടി അത് സ്വീകരിക്കുമോ എങ്ങനെയാണെന്ന് ശരിയായിട്ട് പറയാൻ പറ്റില്ല. എന്നു പറഞ്ഞാല് ഈ 2 പാർട്ടി ഉണ്ടല്ലോ, രാജേന്ദ്രനും വരാന്ന് പറഞ്ഞാൽ 100% പറയാൻ പറ്റില്ല. എന്നാലും ആര് വരണം എന്നാണ് ചേട്ടന്റെ ആഗ്രഹം? ജനങ്ങളുടെ ഇപ്പൊ എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ LDF-ൽ യാതൊരു കുറവില്ല. ഇപ്പൊ ഈ ശബരിമലയുടെ പ്രശ്നം കൊണ്ടല്ലേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നം ഒന്നും ഇല്ല. കോൺഗ്രസ് വരാനുള്ള സാധ്യത ഉണ്ട്. LDF-ൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട്, അല്ലാതെ വേറെ ഒരു എന്താ ചേട്ടൻ പ്രതീക്ഷിക്കുന്ന എന്തോ ഒരു ഗവൺമെന്റ് എന്താ പ്രതീക്ഷിക്കുന്നത് മെയിൻ ആയിട്ട്? ലൈക്ക് എന്ത് ചെയ്തു തരണം എന്നാ? മഴക്കാലം വരുമ്പോ ഉരുൾ പൊട്ടാതിരിക്കുക, ഈ വീടില്ലാത്തവർക്കൊന്ന് വീട് വെച്ച് കൊടുത്ത്, ഈ 18, 19, 20 പോലെ പ്രളയം വരുമ്പോ അതുപോലെ ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ വീടില്ലാത്തവർക്കൊന്ന് വീട് കിട്ടിയാൽ കൊള്ളാം. ഈ ചൂരൽ മലയിലൊക്കെ ഇങ്ങനെ അപകടങ്ങളൊക്കെ ഉണ്ടായപ്പോ ഹെൽപ്പ് തന്നതാ. അതല്ല LDF അത് ചെയ്യേണ്ടതെല്ലാം അവർ ശരിയായിട്ട് ചെയ്തു. എല്ലാ കാര്യങ്ങളും അതിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഈ ശബരിമല പ്രശ്നം ഒന്നാണല്ലേ ഉള്ളൂ, വേറെ ഒരു പ്രശ്നമല്ലേ. അത് ശരിയോ തെറ്റെന്ന് പറഞ്ഞിപ്പോൾ കോടതിയെ പറയുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവും. അത് ഒരു പ്രശ്നമേ ഉള്ളൂ. അല്ല ഇതുവരെ LDF എല്ലാം ശരിയായിട്ട് ചെയ്തിട്ടുള്ളൂ. ചെയ്യാനുള്ളത് എല്ലാം, കൊടുക്കാനുള്ളത് പെൻഷനിലിருந்து അരിയിലിருந்து എല്ലാം LDF കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ചേട്ടാ. പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ജയിച്ചു വരുന്ന ആള് ഈ മലയോര മേഖലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഒരു മലയോര ഹൈവേ, പിന്നെ മലയോര റെയിൽവേ, പിന്നെ ശാശ്വതമായ പട്ടയം. എല്ലാവർക്കും ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിർമ്മാണ നിരോധനമാണ്. ഇവിടെ കൊമേഴ്സ്യൽ ബിൽഡിംഗ് പണിയാൻ പറ്റാനില്ല. അപ്പോൾ അതിനുള്ള ഒരു ഓർഡിനൻസ് കൂടെ ഗവൺമെൻറ് ഇറക്കണം. ഇത് നടപ്പാക്കുന്ന ആരാണോ അവർ വരട്ടെ, അവരുടെ മുമ്പിലായിരിക്കാം. പിന്നെ രാഷ്ട്രീയ പാർട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇത്തരം കാര്യങ്ങളാണ് ഇടുക്കിയുടെ ആവശ്യം. നിലവിൽ ഉള്ള LDF-ന്റെ വികസന പദ്ധതി അത് ഒന്നുകൂടി വന്നു കഴിഞ്ഞാൽ ആ വികസന പദ്ധതി പൂർത്തിയാക്കണം. അപ്പം നിലവിൽ UDF ഒരു തരംഗത്തിലേക്ക് വരുന്നുണ്ട്. അത് വന്നാലും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കണം BJP. ഈ LDF-ന്റെ UDF-ന്റെ ഇതിൽ നിന്ന് 1 മുതൽ 5 സീറ്റ് വരെ BJP കിട്ടാൻ പറ്റുന്നുണ്ട്. അപ്പം മുൻതൂക്കം ഭരണമില്ലെങ്കിലും BJP-ക്ക് ലാഭം കൊയ്യും. അപ്പൊ ഭാവിയിൽ അവര് വളരെ ഒരു ശക്തമായിട്ടുള്ള പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ആയിട്ട് വരാൻ പോവാന്നാണോ ചേട്ടന് തോന്നണേ? അതെ, അത് LDF-ഉം UDF-ഉം ഭരിച്ചുകൊണ്ടിരുന്നാലും ഈ BJP പ്രതിപക്ഷത്ത് വരും. കാലക്രമേണ BJP ഇവിടെ ഭരണത്തിലും വരും. അങ്ങനെയാണ് ഇപ്പോൾ പുതിയ വോട്ടർമാരുടെ ഒരിത്. പുതിയ വോട്ടർമാരെന്ന് പറഞ്ഞാൽ വികസനം അവർ നോക്കുന്നത്, അന്ധമായിട്ട് രാഷ്ട്രീയം ഇല്ലാത്തവരെ ഇപ്പോഴത്തെ വോട്ടർമാർ. അതങ്ങനെ വരുള്ളൂ. എൻ്റെ മണ്ഡലം ഇടുക്കി മണ്ഡലമാണ്. അവിടെ LDF-ഉം UDF-ഉം കട്ടക്കട്ടയെ നിൽക്കണം. പിന്നെ ഇപ്പം നിലവിലെ ഈ ഘോഷിയേഷൻ LDF-ന്റെ പുള്ളിക്കാണ് ചാൻസ് കൂടുതൽ. പിന്നെ പൊതുവെ UDF-ന് ആ തരംഗം എന്നാണ് പ്രശ്നം. എന്നാലും അവിടെ LDF ജയിക്കുള്ളൂ. ഇവിടെ ആര് ജയിക്കുമെന്നാ തോന്നുന്നത്? രാജമാരെല്ലാരും ജയിക്കോ? ഇവിടെ ഈ രാജേന്ദ്രൻ്റെ പോക്ക് വെച്ച് കുറെ വോട്ട് ഈ LDF-ന് പോകാൻ സാധിക്കും. അങ്ങനെ വരുമ്പം ഇവിടെ UDF-നാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ എ രാജ മത്സരിച്ചിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനെ പോലെ വന്നതാണല്ലോ. അപ്പം എന്നാലും LDF-ന്റെ വോട്ട് പോകുന്നതാണോ തോന്നണേ? എന്നാലും രാജേന്ദ്രൻ ഇല്ലല്ലോ. ഇന്ന് രാജേന്ദ്രൻ ഇല്ലല്ലോ. അപ്പൊ ഇന്ന് രാജേന്ദ്രനും ഉണ്ടല്ലോ. അപ്പൊ ഈ രാജയുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് അത് മാറി ചിന്തിക്കുന്നതിന് കാരണമാവും, അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതിലും കൂടുതൽ ഈ പരിചയങ്ങളുള്ള വോട്ടർമാർക്കായിരിക്കും രാജേന്ദ്രനുമായിട്ട്.
അപ്പം അങ്ങനെ ഒരു കുറേ വോട്ട് നിഷ്പക്ഷമായിട്ടുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാൻ സാധ്യതയുണ്ട്. അപ്പൊ BJPക്ക് ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ. ഇവിടെ BJPക്ക് ചാൻസ് ഇല്ല. ചാൻസ് ഇല്ല. BJPക്ക് വോട്ട് ശതമാനം കൂടും. ഇനിയൊരു സർക്കാർ വരുമ്പം അത് എത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഫോക്കസ് ചെയ്യണമെന്നാണ് ചേട്ടന് തോന്നുന്നത്? പ്രതീക്ഷ എന്താ? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഈ 3 മുന്നണിയാണല്ലോ കേരളത്തിൽ. അതിനകത്ത് ഏത് മുന്നണി കേരളത്തിൻ്റെ വികസനം കൂടുതൽ നടപ്പാക്കുന്നു ആ മുന്നണിക്കാണ് ഇനി പുതിയ വോട്ടർമാരുടെ വോട്ട് കിട്ടുകയുള്ളൂ. അവിടെ അന്ധമായിട്ട് രാഷ്ട്രീയമില്ല പുതിയ വോട്ടർമാർക്ക്. ഇനി അവിടെ വിലയിരുത്തിയ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇപ്പം നിങ്ങളുടെ ഇവിടെ ദേവികുളത്തെ ഇലക്ഷൻ നടക്കുകയാണല്ലോ. A രാജ മത്സരിക്കുന്നു, F രാജ മത്സരിക്കുന്നു, പഴയ തന്നെ MLA ആയിട്ടുള്ള രാജേന്ദ്രൻ മത്സരിക്കുന്നു. എന്താണ് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചായ്വ്? ആരായിരിക്കും ജയിക്കുക? എന്താ തോന്നുന്നത്? ചായ്വ് എൻ്റെ അഭിപ്രായത്തിൽ LDF രാജ ജയിക്കുന്നതാണ് തോന്നുന്നത്. അതെന്താ അങ്ങനെ? അതെന്ന് വെച്ചാൽ അവിടെ നേരത്തെ ഉള്ള പരിചയമുണ്ട്. പിന്നെ ഇവിടെ കുറേ ആൾക്കാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ആൾക്കാർ പറയുന്നത്. നമുക്കൊന്നും ചെയ്തില്ലെങ്കിലും നാട്ടിലെ അടിമാലി ബ്ലോക്കിലൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്കെന്താ ചെയ്തേക്കുന്നത്? നമുക്കൊന്നും ചെയ്യില്ല. ഇല്ല. എൻ്റെ പ്രതീക്ഷ UDF ആണ്. UDFൻ്റെ ആണ് സാധ്യത കൂടുതലെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പൊ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഭരണം ഇഷ്ടമായിരുന്നു. ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. 10 കൊല്ലമായി, അതുകൊണ്ട് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മള് കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തുകൊണ്ട് അങ്ങനെ ഒരു വിചാരം? അങ്ങനൊരു ഇപ്പം ഭരണത്തിൽ ഇപ്പം ലാസ്റ്റ് അവസാന ഘട്ടം 5 വർഷക്കാലം കുഴപ്പമില്ലായിരുന്നു. തുടർന്നുള്ള 5 വർഷം കാലം അല്പം മോശമായ കാര്യങ്ങൾ ഒക്കെ ആയിരുന്നു ഗവൺമെന്റിൽ നിന്നും നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇത്തവണ മത്സരിക്കുന്ന 2 രാജമാരാണല്ലോ. അപ്പൊ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കോ? അത് കൺഫ്യൂഷൻ എന്നെ സംബന്ധിച്ച് കൺഫ്യൂഷൻ ഒന്നുമില്ല. കൺഫ്യൂഷൻ ഇല്ല ഇല്ല ഇല്ല. ഇതിനു മുമ്പ് ഇവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ഒരു MLA തന്നെയാണ് ഇത്തവണ BJPയിൽ മത്സരിക്കുന്നുണ്ട്, രാജേന്ദ്രൻ. അപ്പം എന്തായിരിക്കും അങ്ങനത്തെ അതൊരു കോമ്പറ്റീഷൻ ഉണ്ടാക്കോ അതോ അതിന് വലിയൊരു ഇമ്പാക്ട് ഒന്നും ഉണ്ടാവത്തില്ലേ? BJPയില് നേരത്തെ ഇവിടെ ഭരിച്ചോണ്ടിരുന്ന MLA ആയ വ്യക്തിയാ LDFൽ നിന്ന്. ആ വ്യക്തി ഇപ്പൊ ഇങ്ങനെ മാറാൻ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, അയാള് നിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും വോട്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? പുള്ളി ജയിക്കാൻ എന്തെങ്കിലും ചാൻസ് ഒക്കെ ഉണ്ടോ? പുള്ളി മിക്കവാറും ജയിക്കാൻ ചാൻസ് ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ നാട്ടിലെ ഇലക്ഷന് ശേഷം 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. വിജയസാധ്യത ആർക്കാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ UDFനാണ് നമുക്ക് താല്പര്യം. ഇവിടെ വിജയസാധ്യത കൂടുതൽ UDFനാണ്. പക്ഷേ രണ്ടുപേരുടെയും പേരിൽ ഒരു കൺഫ്യൂഷൻ ഇല്ല. അതെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും? കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള കൈപ്പത്തി ചിഹ്നവും അരിവാൾ ചിട്ടിയല്ലേ. അപ്പോൾ അതിനകത്ത് വേറെ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ട്. ഒരു മാറ്റം വേണ്ടേ? വീണ്ടും ഒരു ഇലക്ഷൻ വന്നേക്കുമല്ലേ നിങ്ങളുടെ നാട്ടിലും? അപ്പോൾ എന്താണ് ഇത്തവണത്തെ ഇലക്ഷൻ? എന്താണ് നിങ്ങളുടെ നാട്ടിലെ ഇലക്ഷൻ പ്രതീക്ഷകൾ? ഈ കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് നോക്കുവാണെങ്കിൽ LDF തന്നെയായിരിക്കും വിജയിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും LDF സ്ഥാനാർത്ഥിയായിട്ട് നിന്ന A രാജയായിരുന്നു വിജയിച്ചത്. ഇപ്പം ഇപ്രാവശ്യവും ആൾക്ക് തന്നെയായിരിക്കും ഭൂരിപക്ഷം പോവാം എന്നുള്ളൊരു. നല്ല ഭരണമായിരുന്നു പുള്ളിയുടെ? പുള്ളിയുടെ നല്ല ഭരണമായിരുന്നു. അപ്പൊ ഇവിടെ മൊത്തത്തിൽ രാജമാരാണല്ലോ മത്സരിക്കുന്നത്. A രാജ, F രാജ, പഴയ MLA ആയിട്ടുണ്ടായിരുന്ന രാജേന്ദ്രൻ. അപ്പൊ ഈ രാജ എന്ന് പറയുന്ന സാധനം കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ? ചെറിയ രീതിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് തോന്നുന്നുണ്ട്. അറിയില്ലാത്തവർക്കൊക്കെ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നാം.